ഇന്ന് രാവിലെ തന്നെ നല്ലൊരു പണിയാട്ടോ കിട്ടിയത്. കാര്യം വേറൊന്നല്ല, ഇക്കാക്ക ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് വീട്ടിലോട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാറുള്ളത്. ഇന്നലെ ഇക്കാക്ക വന്നപ്പോൾ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടകളൊക്കെ ഇന്നലെ അടച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ രാവിലെ വീട്ടിലോട്ടുള്ള സാധനങ്ങൾ പോയി വാങ്ങിക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ കടയിൽ പോയി വന്നപ്പോഴാണെങ്കിലോ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കടയിൽ കുറച്ച് പോസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ വേഗം വന്ന് ചായക്കുള്ള വെള്ളം വെച്ചിട്ട് വേഗം തേങ്ങ പൊളിച്ച് തേങ്ങ അരക്കാനുള്ള പുറപ്പാടിലാട്ടോ. ഇന്നിവിടെ ദോശയും ചട്നിയാണ്. ദോശക്കുള്ള മാവിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ടാട്ടോ ഞാനിപ്പോൾ ദോശ ചുടുന്നത്. കാരണം നല്ല സോഫ്റ്റ് ആയിരിക്കും. അല്ലെങ്കിലും ദോശമാവ് നല്ല സോഫ്റ്റ് ഉള്ളതാണ്. ഇന്നലെ സോപ്പ് തീർന്നുകൊണ്ട് തന്നെ ഇന്ന് പാത്രം കഴുകാൻ ലോഡുണ്ട് കേട്ടോ. ഇന്നലെ കുറച്ച് പാത്രങ്ങളൊന്നും കഴുകാൻ പറ്റിയില്ല. സോപ്പ് തീർന്നുകൊണ്ട് സോപ്പ് ഇല്ലാത്തതുകൊണ്ട് പാത്രം കഴുകാൻ പറ്റിയില്ല. അങ്ങനെ ഇതാ എല്ലാ പാത്രവും കൂടെ കൂട്ടിയിട്ട് കഴുകുകയാണ്. അവിടെ ഒരു സൈഡിൽ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കടുകും വേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ട് ചട്ടിയിലോട്ട് ആ അരപ്പ് തട്ടിക്കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ദോശ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ദോശ 6 kg നെയ്യിലാട്ടോ എനിക്ക് ചുടുന്നത് കൂടുതൽ ഇഷ്ടം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ദോശയായിരുന്നു. പിന്നെ അതാ ചട്നിയൊക്കെ ഞാൻ സെറ്റാക്കി എടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ. പിന്നെ വീണ്ടും പാത്രങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും വീണ്ടും പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് തിണ്ണയൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട്. അങ്ങനെ ദാ തിണ്ണയൊക്കെ തുടച്ച് ഗ്യാസ് സ്റ്റൗവൊക്കെ തുടച്ച് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയ ശേഷം ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം വേറെ ഒന്നല്ല, രാവിലെ നല്ല പിടിപ്പത് പണിയായിരുന്നു. അങ്ങനെ ദാ എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്തിട്ട് പ്ലാസ്റ്റിക് കുറച്ച് കളയാനുണ്ടായിരുന്നു. അപ്പോൾ അതും